8 കൂട്ടം കിഴങ്ങുകളുടെ പുഴുക്കിൻ്റെ മഹാത്മ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ തിരുവാതിരയുടെ ഐതിഹ്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. കാച്ചിലുകളെക്കുറിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ കാച്ചിൽ 8 10 ഇനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര ഇനം എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. ഇപ്പോൾ ഒരു മത്തായിച്ചേട്ടനൊരു കാച്ചിലിൻ്റെ മത്തായിച്ചേട്ടൻ്റെ പറമ്പിൽ നിന്നൊരു കാച്ചിൽ കിട്ടിയാൽ മത്തായി കാച്ചിലായി. കുമഴിക്കാച്ചിൽ എന്ന് പറയുന്ന ഒരു ഇനമില്ല. ഈ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തിൽ നിന്നും സ്റ്റാളുകൾ വന്നിട്ടുണ്ട്. എല്ലാ വിത്തുകളുടെ ശേഖരം ഈ പവനിലുകളുണ്ട്. ഫെയർ ട്രേഡ് കേരള അലയൻസ് സംഘടിപ്പിച്ച 11ാമത് വിത്തുത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പടവും പറമ്പും പ്രേക്ഷകരെ നമ്മൾ കൊണ്ടുപോകുന്നത്. പല വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ വിത്തുത്സവം എന്ന പരിപാടി ഈ ഫെയർ ട്രേഡിലെ ജൈവ കർഷകരായ, അതായത് ഏകദേശം 5000-ഓളം ജൈവ സർട്ടിഫിക്കേഷനോട് കൂടിയ മെമ്പർമാർ ഈ സംഘടനയിലുണ്ട്. ഈ സംഘടനയിലുള്ള മെമ്പർമാരുടെ ജൈവ കൃഷി രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കപ്പകൾ, ചേനകൾ, അതുപോലെ കാച്ചിൽ, ഫലവൃക്ഷങ്ങൾ, തൈകൾ, അതുപോലെ എല്ലാ സാധനങ്ങളും ഈ പവനിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് കാസർഗോഡ്, വയനാട്, മാനന്തവാടി, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ സംഘടനയുടെ പ്രവർത്തകരുള്ളത്, മെമ്പർമാരുള്ളത്. അവരുടെ എല്ലാം എല്ലാ ജില്ലകളിലെ എല്ലാ പഞ്ചായത്തിൽ നിന്നും ഇതുപോലെ ഓരോ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് മത്സരമായാണ് നടക്കുന്നത്. ഈ ഫെയർ ട്രേഡ് കുടുംബത്തിൻ്റെ ഒരു മത്സരമാണ് വിത്തുത്സവം എന്ന് പറയുന്നത്. എല്ലാ വിത്തുകളുടെ ശേഖരം ഈ പവനിലുകളുണ്ട്. വിത്തുകളുടെ കൈമാറ്റമുണ്ട്, പ്രദർശനമുണ്ട്, എന്നിവയെല്ലാം ഈ വിത്തുത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 11ാമത് വിത്തുത്സവത്തിൽ ഈ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് എല്ലാ പഞ്ചായത്തിൽ നിന്നും സ്റ്റാളുകൾ വന്നിട്ടുണ്ട്. അതിലെ ബളാൽ പഞ്ചായത്തിൻ്റെ സ്റ്റാളാണിത്. ഇതിൻ്റെ കൺവീനർ ഞാനാണ്. ഈ സ്റ്റാളിൻ്റെ എൻ്റെ പേര് ബിജോയാണ്. വീട്ടുപേര് അറക്കൽ. ബളാൽ സ്വദേശിയാണ്. വെള്ളരിക്കുണ്ട് ബളാൽ സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങളുടെ ബളാൽ പഞ്ചായത്തിൻ്റെ FTAKയുടെ യൂണിറ്റ് ഞങ്ങൾക്കുണ്ട്. 300-ഓളം ജൈവ കർഷകരുണ്ട്. അവരുടെ എല്ലാം സാധനങ്ങൾ ഞങ്ങൾ കണക്ട് ചെയ്താണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ഒരു 11ാമത്തെ വിത്തുത്സവമാണ്. എങ്കിൽ പോലും അതിലൊരു 7 തവണയെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് നല്ല ആക്റ്റീവായ പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, സംഘടനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി മെമ്പേഴ്സ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൾ ഞങ്ങൾക്കിവിടെ ഈ വിത്തുത്സവത്തിൽ അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ഈ വിത്തുത്സവത്തിൽ ഈ ബളാൽ പഞ്ചായത്തിൻ്റെ ഈ പ്രദർശന സ്റ്റാളിൽ ഞങ്ങൾ വൈവിധ്യമാർന്ന അനവധി സാധനങ്ങൾ നമ്മൾ കാണുന്നതിന് വേണ്ടി, അതായത് ഇവിടെയുള്ള വയനാട്ടിലുള്ളവർക്കും വയനാടിന് പുറത്തുള്ളവർക്കും
അതുപോലെ ഫോറിനേഴ്സ് അനവധി ആൾക്കാർ. ഇതിന് വളരെ പബ്ലിസിറ്റിയാണ് ഈ വിത്തുത്സവം എന്ന് പറഞ്ഞാൽ. എല്ലാ കൊല്ലവും ജനുവരി മാസത്തിലാണ് ഈ വിത്തുത്സവം നടക്കാറുള്ളത്. അതുകൊണ്ട് പുറത്തുനിന്ന് ഫോറിനേഴ്സായിട്ടുള്ള അനവധി ആൾക്കാർ ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഞങ്ങളുടെ ഈ പഞ്ചായത്ത്, ഈ വളാൽ പഞ്ചായത്തിലെ ഈ സ്റ്റാളിൽ അനവധി സാധനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഇനം മോഹിൻ നഗറിൻ്റെ അടയ്ക്കകൾ, കാസർഗോഡൻ കരക്കമുക്, നനകമുക് എന്നിവയുടെ അടയ്ക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുഴുത്ത കാച്ചിലുകൾ, കപ്പ, മുഴുത്ത 10-25 കിലോയിലുള്ള ചേന, 10-60 കിലോയിലുള്ള കപ്പ എന്നിവയെല്ലാം ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ ഫലവൃക്ഷ തൈകളുമുണ്ട്. അതുപോലെ എല്ലാവിധ വിത്തുകളും ഞങ്ങൾ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ മെമ്പർമാരുടെ കയ്യിൽ നിന്നും സൂക്ഷിക്കുന്ന വിത്തുകളാണ്. അതെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയും അതുപോലെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഇത്, ഈ സ്റ്റാള്. അതുപോലെ തന്നെ വാഴക്കൊലകൾ, മുഴുത്ത വാഴക്കൊലകൾ, ഞാലിപ്പൂവൻ കൊലകൾ, അന്യം നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചുണ്ടില്ലാൻ പഴമെന്ന് പറയും, അതിന് ചുണ്ടില്ല, അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ വിത്ത് ഒരു 10-25 എണ്ണത്തോളം ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തു. അത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് കൊടുത്തു. അതുപോലെ സ്റ്റാളിന് ആകർഷണമേകുന്നതിന് വേണ്ടി ഇതൊരു മത്സരമാണ്. അപ്പം സ്റ്റാളുകൾക്ക് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നതിനും ആൾക്കാർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ സ്റ്റാളിൽ വനവിഭവങ്ങൾ അത്യാവശ്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് വനത്തിൻ്റെ സൈഡിൽ നിന്ന്, നമ്മുടെയൊക്കെ ഫോറസ്റ്റ് സൈഡുകളിലുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഞെട്ടിപ്പന എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്, മുഴുത്ത കായോട് കൂടിയ ആ പന. അതുപോലെ കൊടപ്പന, അങ്ങനെയുള്ള ഐറ്റങ്ങൾ വെറൈറ്റി. അതുപോലെ കാടുകളിൽ, അതുപോലെ നമ്മുടെ പറമ്പിലാണേലും മലയോര മേഖലയിലുള്ള പറമ്പുകളിലും സ്ഥലങ്ങളിലുമുള്ള നര എന്ന് പറയും. പണ്ട് കാലത്തുണ്ടവരുന്നവരൊക്കെ അത് മാന്തിയാണ്, അതായത് നമ്മുടെ കാച്ചിലൊക്കെ പോലെ മുറിച്ച് അത് ഭക്ഷണമായി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. നര എന്ന് പറയും. അങ്ങനത്തെയുള്ള വെറൈറ്റി ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ സ്റ്റാളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 60 ഇനം മുളകുകളുടെ ഒരു പ്രദർശനമാണ്. അപ്പോൾ ആ പ്രദർശനവും കാര്യങ്ങളും എന്തൊക്കെ ഇനം മുളകുകളാണ് ഇവിടെ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ അറിയാം ഇനി. എൻ്റെ പേര് ബീന ഫ്രാൻസിസ്. ഞാൻ തവിഞ്ഞാൽ പഞ്ചായത്തിലെ ഫെയർട്രേഡ് അലയൻസ് കേരളയുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഫെയർട്രേഡ് അലയൻസ് കേരളയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ കാന്താരി മുളകിൻ്റെ വെറൈറ്റികൾ കണ്ടെത്താൻ തുടങ്ങിയതും അത് കൃഷി ചെയ്യാൻ തുടങ്ങിയതും. കാരണം ഈ വിത്തുത്സവത്തിന് വരുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ കേളകം വിത്തുത്സവത്തിൽ 80 ഐറ്റത്തോളം ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. കുറേ ഐറ്റങ്ങൾ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. കാരണം മഴക്കാലം വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പം സംരക്ഷിക്കാൻ പറ്റാതെ വന്നുപോയി. ബാക്കി ഉള്ള ഐറ്റം ഞങ്ങൾ സംരക്ഷിച്ചു പോകുന്നുണ്ട്. 2 തരം ചീനികൾ അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് പരാഗണം നടന്നിട്ട് വീണ്ടും മൂന്നാമത് വേറൊരു ഐറ്റമാണ് ഞങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിന് പേരുകൾ ഇടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കി അതിൻ്റെ പേര് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർഷകർ അവരുടെ ഉൽപ്പന്നത്തിന് അവർ തന്നെയാണ് പേരിടുന്നതെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ഭാഗത്തുനിന്നും കിട്ടിയ കാന്താരികൾക്ക് ഞങ്ങൾ അവരുടെ ആ സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അതിന് പേരിൻ്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്കൊരു വ്യക്തത വരുത്താനുണ്ട്. ഇനി അടുത്ത വിത്തുത്സവത്തിൽ ഞങ്ങളത് തീർച്ചയായിട്ടും അതിൻ്റെ പേരുകൾ കണ്ടെത്തി നല്ല ഇതിലും കൂടുതൽ 100 ഐറ്റമെങ്കിലും എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ കർഷകർ. ഒരു പഞ്ചായത്തിലെ പല ഭാഗത്തു നിന്നുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒരാളുടെ അല്ല. എൻ്റെ കൃഷിയിടത്തിൽ തന്നെ ഒരു 25 ഐറ്റത്തോളം വെറൈറ്റി മുളകുകളുണ്ട്. ബാക്കി ഞങ്ങൾ 190 കർഷകരുണ്ട്. അവരെല്ലാവരുടെയും അല്ലെങ്കിലും ഒരു 10-30 കർഷകരുടെയെങ്കിലും ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. കർഷകർ അവരുടെ വീടുകളിൽ ഇത് ശേഖരിച്ച് വെക്കുകയും ഞങ്ങളത് അവിടുന്ന് കളക്ട് ചെയ്ത് 2-3 ആളുകൾ കൂടി സ്റ്റാളുകളിട്ട് അതിവിടെ പ്രദർശിപ്പിക്കുന്നു. ഏറ്റവും ഞങ്ങളുടെ സ്റ്റാളിൽ ശ്രദ്ധേയമായ ഒന്നാണ് കാന്താരിയുടെ വെറൈറ്റി. വരുന്ന ആളുകളെല്ലാം അത് വളരെ
കരുത്തോടു കൂടി തന്നെ കാണുകയും അതിനെപ്പറ്റി ചോദിക്കുകയും അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് മാനുവൽ എന്നാണ്. ഞാൻ എടവക പഞ്ചായത്തിൽ ഒരപ്പ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഒരു നാട്ടറിവ് പഠന കേന്ദ്രം എൻ്റെ കൂടെയുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. കൃഷിയുടെ അറിവുകൾ പകരുക, നാട്ടറിവുകൾ പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് വരും തലമുറകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കയ്യിലുണ്ട്. ഈ കിഴങ്ങ് വിളകളുടെ ഇത്രയേറിയ വൈവിധ്യം സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഒരു ആവശ്യകത ശരിക്കും എനിക്ക് ബോധ്യം വരുന്നത് ഒരു പ്രൊജക്റ്റ് ഗൈഡ് ചെയ്ത സമയത്താണ്. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടായി. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ശരിക്ക് കിഴങ്ങ് വിളകളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. അതോടൊപ്പം നാട്ടറിവുകൾ തേടുമ്പം ആണ് പഴമയുടെ അറിവിൽ പലതരം കിഴങ്ങുകൾ ഒരു പ്രത്യേക സമയത്ത് കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തിരുവാതിര വ്രതം നോട്ടതിന് ശേഷം കഴിക്കുന്ന 8 കൂട്ടം കിഴങ്ങുകളുടെ പുഴുക്കിൻ്റെ മഹാത്മ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ തിരുവാതിരയുടെ ഐതിഹ്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. അതായത് നല്ല വരനെ കിട്ടണം. വിവാഹം കഴിക്കാത്ത കുട്ടികളാണ് തിരുവാതിര നോയമ്പ് നോക്കുന്നത്. നല്ല വരനെ കിട്ടണമെങ്കിൽ എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവണം, അതിന് അനുഗ്രഹിക്കണം ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് അതിന് അനുയോജ്യമായ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതായത് കിഴങ്ങ് വിളകളുടെ ഭക്ഷണം മനുഷ്യൻ്റെ സൗന്ദര്യം കൂട്ടുമെന്നും ആരോഗ്യവർദ്ധനം ഉണ്ടാകുമെന്നും ഇഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നും ഉള്ള അറിവിൽ നിന്നാണ് ആ എട്ടങ്ങാടി പുഴുക്കും എന്നുള്ള പേരിലും തിരുവാതിര പുഴുക്കും എന്നുള്ള പേരിലും ഒക്കെ വന്നത്. പിന്നെ അത് കുറേ അധികം ടേസ്റ്റിയാണ് സംഭവം. ഞാനത് ഒരുപാട് എന്ത് പരിപാടി നടന്നാലും തിരുവാതിര പുഴുക്കും കഞ്ഞിയും ഒക്കെയാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറ്. ഇന്ന് വരെ ആരും അത് കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല. ആൾക്കാർ ചോദിക്കുക പുഴുക്കില്ല എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിഴങ്ങ് വിളകളുടെ പ്രദർശനം മാത്രമല്ല, കിഴങ്ങ് വിളകളുടെ ആരോഗ്യപരമായ ഉപയോഗം, അത് ആരോഗ്യത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്തരം വിത്തുത്സവങ്ങളൊക്കെ പങ്കെടുക്കുന്നു. കാച്ചിലുകളെക്കുറിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ കാച്ചിൽ 8 10 ഇനങ്ങളേ ഉള്ളൂ. പക്ഷേ അത് ഓരോ വർഷവും അതിൻ്റെ ആകൃതി മാറിയും പ്രകൃതി മാറിയും അതിൻ്റെ നിറം മാറിയും രുചി മാറിയും ഒക്കെ വരുന്നുണ്ട്. അത് കാലാവസ്ഥയും മണ്ണും തമ്മിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. പുതിയ ഇനങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര ഇനം എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. അപ്പോൾ നമ്മളിവിടെ നിരത്തി വെക്കുന്നത് അതിൻ്റെ ആകൃതിക്കനുസരിച്ച് ഒരു പേര് കൊടുക്കില്ല, അല്ലാതെ കൃത്യമായിട്ടല്ല. നീലക്കാച്ചിലുണ്ട്, നീലക്കുടുംബത്തിൽ 4 5 ഇനങ്ങളുണ്ട്. പിന്നെ അത് വയലറ്റ് നിറമുള്ളതും കടും നീല നിറമുള്ളതും ഒക്കെ അതിലുണ്ട്, ചുവപ്പ് നിറമുള്ളതുണ്ട്, അതെല്ലാം ഒരു കുടുംബമാണ്. അതേപോലെ തന്നെ വെള്ളക്കാച്ചിലുകളുണ്ട്, വെള്ള നിറം കട്ട് ചെയ്യുമ്പോൾ വെള്ള നിറം ഉണ്ടാകുന്ന കാച്ചിലുകൾ, അതൊരു കുടുംബമാണ്. അങ്ങനെ കാച്ചിൽ പറയുകയാണെങ്കിൽ 10 12 ഇനങ്ങളിൽ അവസാനിക്കുന്ന കാച്ചിലാണ് 28 30 വർണ്ണിച്ച് നമ്മൾ എഴുതുന്നത്. ഒരു കടുവാക്കയ്യൻ കാച്ചിൽ അല്ലെങ്കിൽ ഒരു പരിശക്കോടൻ കാച്ചിൽ നമ്മൾ നട്ടാൽ അടുത്ത വർഷം പരിശക്കോടനായിട്ട് വരില്ല, അപൂർവമായിരിക്കും. പരിശക്കോടൻ്റെ അതേ രീതിക്കാണ്. പരിശക്കോടൻ എന്ന് പറയുന്നത് ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു കാച്ചിൽ. ഈ പേരുകളൊക്കെ കർഷകർ അതിന് സമ്പാദിച്ചു കൊടുത്തിട്ടുള്ള പേരുകളാണ്. പിന്നെ കുറേ ഗവേഷണം കഴിഞ്ഞ് വരുന്ന കാച്ചിലുകൾക്കൊക്കെ പ്രത്യേക പേരുകൾ ഇട്ടിട്ട് വരുന്നുണ്ട്. ഞാൻ തന്നെ 2 ഐറ്റം കാച്ചിൽ, ഇത് 3ാമത്തെ ഐറ്റം കാച്ചിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. 2 ഐറ്റം കാച്ചിലുകൾ ഇതിനിടെ കർഷകരുടെ ഇടയിലേക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ഒരു മത്തായി ചേട്ടനൊരു കാച്ചിലിൻ്റെ മത്തായി ചേട്ടൻ്റെ പറമ്പിൽ നിന്നൊരു കാച്ചിൽ കിട്ടിയാൽ മത്തായി കാച്ചിലായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ കുമഴിക്കാച്ചിൽ എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. കുമഴിക്കാച്ചിൽ എന്ന് പറഞ്ഞ ഒരു ഇനമില്ല. അത് ഉണ്ടക്കാച്ചിൽ, അത് പുൽപ്പള്ളിയിൽ നടമ്പോൾ പുൽപ്പള്ളിക്കാച്ചിലായി. കുമഴിയിൽ നിന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ട് കുമഴിക്കാച്ചിലായി. ആ കാച്ചിൽ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ ഉണ്ടക്കാച്ചിൽ എന്നുള്ള പേരിലാണ് പറയുക. അത് കർഷകൻ്റെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് പേര് മാറി മാറി വരുന്നതാണ്.
നമ്മുടെ ഈ ഒരു ഭൂമിയിൽ എന്തൊക്കെ തരം ജൈവ വൈവിധ്യങ്ങളാണ് അല്ലേ ഉള്ളത്. അതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രദർശനങ്ങളിലൂടെ അതൊക്കെ ഒരുപാട് മുമ്പോട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വിത്തുത്സവങ്ങളിലൂടെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ തന്നെയാണ് അവർ നമുക്ക് മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിത്തുത്സവങ്ങളെ നമ്മളും തീർച്ചയായിട്ടും നമുക്കും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ വിത്തുത്സവങ്ങളിലേക്ക് നമ്മളും എല്ലാവരും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഈ ഒരു വിത്തുത്സവങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടാകണം. അപ്പോൾ എന്തായാലും പാടവും പറമ്പും ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.